ഇനി നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യുന്ന കൂടുതൽ വേണമെങ്കിൽ മുട്ട ചേർക്കാം. ഞാനിപ്പോൾ ഈ പൊടികളെല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് മുട്ടയും കൂടി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഞാൻ ഈ മുട്ട മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്കിത് ഈ ചിക്കനിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിത് അരമണിക്കൂർ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് കവർ ചെയ്ത് വെക്കാം. നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ട് ഇപ്പം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇത് എല്ലാത്തിനും കൊണ്ടുള്ള സ്പേസ് അതിൽ ഉണ്ടാവും. ചിക്കനൊക്കെ ഒന്ന് ഷ്രിങ്ക് ആയിട്ട് വരും. ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് ചില്ലി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്. ആ ഓയിൽ തന്നെ മതി. വേണമെങ്കിൽ അല്പം ഓയിലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് 2 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് സവാള ചേർക്കാം. ഞാനിവിടെ ഒരു സവാള ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് വഴറ്റൊന്നും വേണ്ട. ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇതെല്ലാം വഴറ്റിയെടുക്കാനായിട്ട്. കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇപ്പൊ നമ്മൾ ക്യാപ്സിക്കം ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സോസുകൾ ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് അവസാനം അല്പം കൂടെ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നേരത്ത് ചേർത്ത സോസുകളൊക്കെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് വീണ്ടും ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് വിനാഗിരി ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഷുഗറും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ വിനാഗിരിയും 1/4 ടീസ്പൂൺ ഷുഗറുമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോറിന്റെ ഒരു പേസ്റ്റും കൂടി ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് കലക്കി എടുത്തിരിക്കുന്നതാണ്. ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കറിക്ക് കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്താൽ മതി.
ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇതിലൊരല്പം ഉപ്പിന്റെ കുറവുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില്ലി ചിക്കന് കുറച്ചും കൂടി കളർ വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് കളർ, അല്പം ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിന്റെ മുകളിലേക്ക് അല്പം സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.